ഹായ് മച്ചന്മാരെ. അപ്പൊ നമുക്ക് ഇന്നേ ഒരു പ്രഭാഷണം കേൾക്കാം. ഒരു പ്രഭാഷണം കേൾക്കാലോ? നിങ്ങൾക്ക് ഇഷ്ടമാണോ പ്രഭാഷണം കേൾക്കാൻ? എങ്കിൽ ഞാൻ കേൾപ്പിച്ചുതരാം. കേട്ട് നോക്കി, നല്ല പ്രഭാഷണമാണ്. എല്ലാവർക്കും നമസ്കാരം. ജനുവരി 22-ന് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് എല്ലാ ഹൈന്ദവ വിശ്വാസികളോടും മന്ത്രം ചൊല്ലാനും അതുപോലെ വൈകുന്നേരത്ത് വീടിന്റെ ചുറ്റിലും വിളക്ക് തെളിയിക്കാനും നമ്മുടെ ചിത്രചേച്ചി പറഞ്ഞതായിട്ട് നമ്മളെല്ലാവരും കണ്ടു. കണ്ടു. നല്ല കാര്യമാണല്ലോ. ഒരു ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ക്ഷേത്രം വരിക എന്ന് പറഞ്ഞാൽ ഹൈന്ദവരെ സംബന്ധിച്ചോളം വലിയ നല്ല കാര്യമാണത്. അത് ഇന്ത്യക്ക് തന്നെ ഒരു അഭിമാനമുള്ള ഒരു കാര്യമാണ്. ഏറ്റവും വലിയൊരു ക്ഷേത്രം ഇന്ത്യയിൽ വരിക എന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യമാണല്ലോ. അത് സപ്പോർട്ട് ചെയ്യണം. പോട്ടെ. എന്നിട്ട് അപ്പൊ ആ സമയത്ത് എന്നോട് മെസ്സഞ്ചറിൽ അതുപോലെ കമന്റിലൊക്കെ ചിലർ ചോദിച്ചു, സുൽഫത്തെ നമ്മൾ മുസ്ലിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇവരെന്നോട് കളിയാക്കി ചോദിക്കണോ കാര്യമായിട്ട് ചോദിക്കണോ എനിക്ക് അറിയില്ല. അത് നമ്മൾ അങ്ങനെ തെറ്റിയിരിക്കാൻ പാടില്ല. ഇന്ത്യയിലെ ജനങ്ങൾ എല്ലാവരും മതസൗഹൃദത്തിന്റെ ആൾക്കാരാണ്, മതസൗഹൃദമുള്ളവരാണല്ലോ. അപ്പോൾ മുസ്ലിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് സ്വാഭാവികമായി ചോദിച്ചതായിരിക്കും. നമ്മൾ തെറ്റിരിക്കാൻ പാടില്ല. നമ്മൾ അങ്ങനെയൊന്നും വിചാരിക്കാൻ പാടില്ല. കളിയാക്കി ചോദിച്ചല്ലേ, കാര്യത്തിൽ ചോദിച്ചല്ലേ, എന്താ ചെയ്യേണ്ടതെന്ന്. നിങ്ങൾ വലിയ നേതാവല്ലേ, അപ്പൊ അതുകൊണ്ട് ചോദിച്ചതായിരിക്കും. അത് പോട്ടെ. എന്നിട്ട് എന്ത് പറഞ്ഞു? ഇനിയിപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ആ ചോദിച്ചവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മളും വെറുതെ ഇരിക്കൊന്നും വേണ്ട. നമ്മളെ വിശ്വാസപ്രകാരമുള്ള വല്ല സ്വലാത്തുകളോ ദിക്റുകളോ ഒക്കെ ചെല്ലുക. അങ്ങനെയൊക്കെയല്ലേ നമ്മളെല്ലാവരും ചെയ്യേണ്ടത്. അപ്പോഴല്ലേ ഭാരതത്തിലെ എല്ലാ ജാതി മതസ്ഥരും നല്ല ഐക്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയാൻ പറ്റുക. നാലാ മതക്കാരും ഒന്നാണെന്നുള്ളത്, മതസൗഹൃദം എല്ലാവരും ഒന്നാണെന്നുള്ളതാണ് മാഡം പറയുന്നത്. മാഡം ഈ മാഡത്തിന് അറിയോന്നറിയില്ല, അവിടെ ബാബരി മസ്ജിദ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു പള്ളി ഉണ്ടായിരുന്നു. കാലാകാലം നിലകൊണ്ടിരുന്ന പള്ളിയാണ്. ആ പള്ളിയെ ഇടിച്ച് തരമട്ടമാക്കിയിട്ട് അതിന്റെ മേലെയാണ് ഇപ്പൊ ഈ അമ്പലം വരുന്നത്. ഈ അമ്പലം വലുതാക്കി പണിഞ്ഞ് ഇപ്പൊ ഈ അമ്പലം വരുന്നത്. അപ്പോ ഈ നാലാം മതസ്കാരം ഒന്നാണ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഒരു പള്ളിയെ ഇടിച്ചു പൊളിച്ച് അതിന്റെ മേലെ ഒരു അമ്പലം പണിയുമ്പോ അത് ഏത് സൗഹൃദത്തിലാണ് നമ്മൾ കൂട്ടുക? മാഡത്തിന് അറിയണമെങ്കിലൊന്നും ഒഴിഞ്ഞാലും അത് ഏത് സൗഹൃദത്തിൽ നമ്മൾ വെക്കാൻ പറ്റും? പറയൂ. അപ്പൊ ആ ഭൂമിയിലെ ഏറ്റവും ഉത്തമം ക്ഷേത്രമായതുകൊണ്ടാണ് അവിടെ ക്ഷേത്രം പണിയത്. അങ്ങനെ അതായത് ആ മണ്ണിൽ ക്ഷേത്രമാണ് വരേണ്ടതുള്ളത് കൊണ്ടാണ് അവിടെ അങ്ങനെ ക്ഷേത്രം പണിയാൻ കാരണം. പള്ളി പൊളിച്ചിട്ട് അപ്പൊ ഇതേപോലെ ഒരു അമ്പലം ഉള്ള സ്ഥലത്ത് പോയിട്ട് മുസ്ലിങ്ങൾ പറയണേ അവിടെ മുസ്ലിം പള്ളിയാണ് വരേണ്ടത്, അതുകൊണ്ട് ആ അമ്പലം അവിടെ നിങ്ങൾ പൊളിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാഡം താത്ത ഇതേപോലെ മൈക്ക് തട്ടൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ഇതുപോലെ ഡയലോഗ് അടിക്കുവോ മാഡം? അതോ ആ സമയത്ത് മാഡത്തിന്റെ നട്ടല് വാഴപ്പിണ്ടിയാക്കി വെക്കുവോ മാഡം? പറ മാഡം. താത്ത പറ താത്ത. പക്ഷെ നമുക്ക് തൊട്ടടുത്ത് തന്നെ ഒരു പള്ളി വരുന്നുണ്ട്. അതും ലോകത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പള്ളിയാണ് അവിടെ വരാൻ പോകുന്നത്. അങ്ങനെ താത്താ ഇപ്പൊ ഈ അടിച്ച ഡയലോഗ് ഉണ്ടല്ലോ, അത് സ്വയം ചൂണ്ടിയിട്ട് സ്വയം പറയേണ്ട ഡയലോഗാ. അല്ലാതെ മുസ്ലിങ്ങളെ ചൂണ്ടിയിട്ടോ അല്ലെങ്കിൽ ചോറ് തിന്നുന്ന കുറെ മനുഷ്യന്മാരെ ചൂണ്ടിയിട്ടോ പറയേണ്ട ഡയലോഗ് അല്ല. അത്യാവശ്യം കുറച്ച് ലാഭത്തിന് വേണ്ടിയിട്ട് ഷൂ നക്കാൻ പോയ ആളല്ലേ താത്ത നിങ്ങള്? സ്വന്തം മതത്തെ ചതിച്ചുകൊണ്ട് ഷൂ നക്കാൻ പോയ ആളല്ലേ? അത് നിങ്ങളോട് ചൂണ്ടി പറയേണ്ട ഡയലോഗാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ ഡയലോഗിന്റെ അർത്ഥം എങ്ങനെ അറിയോ? സ്വന്തം ഉമ്മയും ബാപ്പയും കൊന്നിട്ട് പകരം നിനക്ക് വേറെ ഉമ്മയും ബാപ്പയും തരാ എന്ന് പറയുന്ന പോലെയുള്ള ഡയലോഗാ, വാഴപ്പിണ്ടി ഡയലോഗ്. അത് നിനക്കേ ചേരൂ. ചോറ് തിന്നുന്ന ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് അത് ചേരൂല. അത് മനസ്സിലാക്കിയാൽ മതി. നമുക്ക് ആ ഒരു ക്ഷേത്രം വരുന്നതിൽ സന്തോഷം ഉണ്ടെങ്കിൽ നമ്മളും നമ്മുടെ സ്വലാത്തുകളും ദിക്റുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെല്ലുക. ഇനി അതല്ല ഒന്നും ചെല്ലുണ്ടെങ്കിൽ അതും വേണ്ട, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാതിരിക്കുക. നമുക്ക് പള്ളി വരുന്ന സമയത്താണ് എല്ലാവരും സ്വലാത്തുകളും ദിക്റുകളും അതുപോലെ യാസീനും തബാറക്കെ പോകുന്നത് വെച്ചെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോ എന്നോട് ഔദാര്യം സന്തോഷം ഉണ്ടാവും. അയ്യോ സന്തോഷം. പിന്നെന്താ പറഞ്ഞ കുത്തിത്തിരിപ്പില്ല ഉണ്ടാക്കാതിരിക്കുകയാണ്. ഇതാരെ നോക്കിയിട്ടാണോ മാഡം താത്ത ഈ കുത്തിത്തീർപ്പിന്റെ കാര്യം പറഞ്ഞത്? ഏറ്റവും വലിയ കുത്തിത്തീർപ്പ് ഇവിടെ കിടക്കുമ്പോ പിന്നെ ആരെ നോക്കിയിട്ടാണ് കുത്തിത്തീർപ്പിന്റെ കാര്യം പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഇതിപ്പോ താത്ത ഇപ്പൊ ഈ അടിച്ച ഡയലോഗ് എങ്ങനെ ഉണ്ടറിയോ? ഞാൻ പറഞ്ഞുതരട്ടെ കേട്ടോ. അതായത് ഒരു കാലുള്ള മന്തുള്ള ഒരാളെ നോക്കിയിട്ട് രണ്ട് കാലുള്ള മന്തുള്ള ആളെ പരിഹസിക്കുന്ന പോലെ ഉണ്ട് കേട്ടാ. അത്രേ പറയല്ലോ. നന്ദി, നമസ്കാരം.